Yes, good afternoon. Okay, Chinju, Surya, Danya, Binoy. Okay, Joby Mall. ആരംഭിച്ചാലോ നമുക്ക്? ഓക്കെ ഫിമി, സുസ്മിത ഓക്കെ, ഷാൻഡി മോൾ, സ്റ്റാർട്ട്. ഓക്കെ ഷാൻഡി മോൾ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇനി നമ്മൾ തമ്മിൽ അധികം ദിവസം കണ്ടില്ല എന്ന് വരും അല്ലേ? കലാശക്കൊട്ടിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സ്ഥിരം നമ്മൾ ഉണ്ടാകുന്ന കുറച്ച് പേരകത്തുണ്ട്. യെസ്, ബിനോയില്ലേ? യെസ്, അനൂപ്. എന്തോ ഈ ശബ്ദമൊന്നും കേൾക്കാനില്ല, അല്ലെങ്കിൽ വരുമ്പോ തന്നെ ഒരു ശബ്ദം കേൾക്കണായിരുന്നല്ല. യെസ്, ഓക്കെ. സോ വി ആർ എന്തോ മഴക്കോളുണ്ട് സർ. മഴയുണ്ടോ? ഇവിടെയും ചെറിയ രീതിയിലുള്ള മഴയുണ്ട് ഇവിടെ. യെസ്. അപ്പൊ നമ്മള് എടുത്തുകൊണ്ടിരുന്നത് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചായിരുന്നു. റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സിമ്പിൾ ഫ്യൂച്ചർ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. യെസ്, സിമ്പിൾ ഫ്യൂച്ചർ, അതായത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഓക്കെ ബിനോയ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിനെ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. ജോബി മോൾ ഇത്രയും വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? സിമ്പിൾ ഫ്യൂച്ചറിനെ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റുന്നവരെയല്ലേ പറഞ്ഞു നിർത്തിയത്? ഓക്കെ 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 ഓക്കെ, ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സൂര്യ, ഓക്കെ, ഞാനൊരു വിഷയം തരാം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് 2 വാക്ക്. ചോദ്യം സൂര്യയോടാണ് ചോദിക്കണമെന്നുണ്ടെങ്കിലും ബിനോയ്, ചിഞ്ചു, ഫെമി, അഭിരാമി, ജസ്റ്റിൻ, എല്ലാവരും എല്ലാവരോടും കൂടിയാണ് ചോദ്യം വിചാരിച്ചാൽ മതി. ഓക്കെ, ചോദ്യം ഇതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേംകുമാർ ഒരു പ്രസ്താവന നടത്തി. പത്രക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന ഇതായിരുന്നു: മലയാളം സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിഷമയമായിട്ടുള്ളതാണ് എന്നായിരുന്നു ആ പ്രസ്താവനയുടെ അർത്ഥം. പ്രസ്താവനയിൽ പുള്ളി പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പറഞ്ഞത് മലയാളം സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് പുള്ളി മുന്നോട്ട് വയ്ക്കുന്ന കാരണം ഇതൊരു സ്റ്റാൻഡേർഡ് കുറവാണ്, എന്നും ഒറ്റ പാറ്റേൺ ആണ്, മാത്രമല്ല ഒരുപാട് കുടുംബങ്ങളെ വഴിതെറ്റിക്കുന്നു, ഒരു നിലവാര തകർച്ചയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് പല കുടുംബങ്ങൾക്കും അവിടെയുള്ള ലേഡീസൊക്കെ ഒരുപക്ഷെ സീരിയലിനെ പോലെ പെരുമാറുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളി അത് എൻഡോസൾഫാൻ പോലെ മാരകരമാണെന്ന് പറഞ്ഞത്. അത് പുള്ളി പറഞ്ഞത്. അപ്പൊ അതിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും
അഭിപ്രായങ്ങൾ വന്നു. അപ്പൊ പുള്ളിയുടെ അഭിപ്രായത്തെ അനുകൂലിക്കുന്നവർ പറഞ്ഞ അഭിപ്രായങ്ങളെ കൂടിയാണ് ഞാനിപ്പോ പറഞ്ഞത്. പ്രതികൂലിക്കുന്നവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു കലാപരമായ പരിപാടിയാണ്. വൈകുന്നേരങ്ങൾ ഞങ്ങൾ വീട്ടമ്മമാർക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് ആസ്വദിക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണിത്. പിന്നെ ഇത് ഒരുപാട് ആളുകൾക്ക് ജോലി നൽകുന്നുണ്ട്. അഭിനയിക്കുക മാത്രമല്ല, അതിന്റെ ടെക്നിക്കൽ സൈഡ്, അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കല്, അവരെ കൊണ്ടുപോകാനുള്ള വാഹനം ഓടിക്കുക, അങ്ങനെ ഒരുപാട് ആളുകളെ പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി കൊടുക്കുന്ന ഒരു രംഗം കൂടിയാണ് ഈ കലാപരമായ ഈ സീരിയലിന്റെ രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇത് ഇതുപോലെ തന്നെ പോയാൽ മതി എന്നുള്ള മട്ടിൽ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ രണ്ട് അഭിപ്രായം ഞാൻ പറഞ്ഞു. ഈ സൂര്യയോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്? എന്താണ് സൂര്യയുടെ അഭിപ്രായം? Serial, in my point of view, സൂര്യ പറയാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു മീ എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ അഭിപ്രായം പറഞ്ഞു. സൂര്യയുടെ അഭിപ്രായം പറയുമ്പോൾ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞു. ഞാൻ സീരിയലിനെ അനുകൂലിച്ച് പറഞ്ഞാൽ എന്റെ സ്റ്റാൻഡേർഡ് മോശമായി പോകുമോ, പ്രതികൂലിച്ച് പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട. വാട്ട് ഈസ് റൈറ്റ് അക്കോർഡിംഗ് ടു യു? സൂര്യക്ക് ചിന്തിച്ചപ്പോ എന്താണ് റൈറ്റ് ആയിട്ട് തോന്നിയത് അത് പറയാം. ഓക്കെ. according to me, serial has advantages and disadvantages also. Yes. Because in old age people, like my grandmother, she's watching television serial every day because she is more happy with while seeing that serial. Yes. She has not entertainment in her life. She is only watching TV. Yes. She is not doing anything in home. Yes. I think this serial is so advantages to old age people. Yes. Because they are seeing every day. Yes. But they are addicted to see the serial also. They are addicted to serial. Our mother, our grandmother and grandfather are the examples of that. Okay, very good. They are always engaged in seeing that serial. They are not bothered anything. Their health issues are not bothered. Okay. So I ask you one question. Do you agree with the opinion of Prem Kumar or disagree with the opinion of Prem Kumar? I have two options. I agree and disagree that opinion. Okay. Sometimes many people are addicted to see serial and they are always imitating this character of serial. Yes. They're using languages in serial, also imitating in family. When mother-in-law and son wife, if there is any issue, they are using the language. I think so. They are using the language of serial. Okay. Okay. So it's advantages and disadvantages also. Okay. അപ്പൊ എങ്ങും തൊടാതെ ഒരു സമീപനമാണ് സൂര്യ എടുത്തത്. ആരെയും വേദനിപ്പിക്കുന്നില്ല, വേണ്ടണം എന്നുള്ള മട്ടിൽ അങ്ങോട്ട് പോയി. Okay. Yes. Ajay, അടുത്ത ബിനോയ് പറഞ്ഞു. What is your opinion about it? This issue, Binoy? I think serial can be entertaining and engaging. Yes. Depending upon their story lines and executions. Yes.
There is a emotional and dramatic. So, hello? Yes, there is emotional and dramatic. They often explore emotional, dramatic, and relatable themes. Yes. Some serial can be overly stretch or focus, Oh, and which might make them less appealing. yes. And his quality and originality Yes. depends upon their quality and originality, and Yes. her feelings. Yes. That's also. Okay. I ask you one question. Do you agree or disagree with the opinion of Prem Kumar? I have agree. That's all. You agree with it? Yes. Okay. അപ്പൊ സൂര്യ പറഞ്ഞു, ബിനോയ് പറഞ്ഞു, ഫെമി സിജോ. ഇല്ലാതിരിക്കുകയാണ് ഫെമി അല്ലേ? ഷാൻജിമോൾ സജി. ഷാൻജിമോൾ. യെസ്. ധന്യ കണ്ണൻ. ബിനോയ് കമോൺ എവരിബഡി നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഇവരാരും കമോൺ, നോ കമോൺ. യെസ്. അഭിരാമി. സുസ്മിത. Yes, sir. യെസ്. ഇത്രയും. ഓക്കെ, സുസ്മിത, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? തെറ്റിക്കോട്ടെ, അതൊന്നും വിഷയമാക്കണതേ. നിങ്ങളത് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ട, അത് വിട്ടേര്. നമ്മൾ രണ്ടു വാക്ക് ഇംഗ്ലീഷ് പറയാനുള്ള ഒരു ഇഷ്ടത്തിന്റെ പേരിൽ നമ്മൾ രണ്ടു വാക്ക് ഇംഗ്ലീഷ് പറയുന്നു. ഓക്കെ, അതോളൂ. ഇതിനോട് പറഞ്ഞു. According to me, serial is both merits and demerits. Have both and demerits. Okay. Okay, Shantibal. Okay, I have the same opinion with serial. What is Susmita's opinion about it? My mother is also a serial addict. But she's enjoying that. Okay. She is very hardworking in every time, and she is she's also. We are use mobile phones. Yes. But she have no. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നമുക്കറിയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. നമുക്കറിയില്ല എന്നല്ല, പക്ഷെ നമ്മള് അതിലെല്ലാം ഇപ്പൊ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, നമ്മളെ സമയം അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് we have options like Instagram, WhatsApp, Facebook, so on. Our mother has no such options. Yes. She has so she only one. And she is enjoying. Okay. That is my opinion. No problem. So I കിട്ടുന്നില്ല സർ.
Okay, very good, very good, very good. Okay, okay, okay. അത്രയും പറഞ്ഞില്ലേ? Okay, okay. അനൂപ്? Yes, sir. Yes, very good, അനൂപ്. അനൂപിന്റെ അഭിപ്രായം പറയും. What is your opinion about these sort of serials? Serial. ഇത് പറഞ്ഞപ്പോ ഉണ്ടായിട്ട് ഇവിടെ ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ? കുറച്ച് ബിസി ആയിരുന്നു. ഓക്കെ 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 ഓക്കെ. അന്ന് സീരിയലുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം വന്നു. കുറച്ചു പേര് പറഞ്ഞു നല്ലതാണ് സീരിയല്, കുഴപ്പമൊന്നുമില്ല. കുറച്ചാള് മോശമെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഏത് അഭിപ്രായത്തോടാണ് അനൂപ് യോജിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഡിസഗ്രി. ഏത് സീരിയല് മോശമാണെന്നുള്ളത് ഡിസഗ്രി ആണ്, അല്ലെങ്കിൽ മോശമാണെന്നുള്ള നല്ലതാണെന്നുള്ള ഡിസഗ്രി ആണ്? എന്താണ് ഡിസഗ്രി ചെയ്യുന്നത്? Serial is not serial is disagree for മോശപ്പെട്ട കൊള്ളത്തില്ല. വെരി ബാഡ്. ഓക്കെ ഓക്കെ. എന്തുകൊണ്ട് മോശം എന്ന് പറയുന്നത്? ഒന്ന് രണ്ടോ കാരണങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ. പറഞ്ഞോളൂ. അടുത്ത ചിഞ്ചു റെഡി ആയിരിക്കുന്നുള്ളൂ. My first point is my family is full addict for a serial. My family is fully addicted to serial. Okay, okay, yes. Okay. Very good. With sendi mood. Okay, sendi mood. Not a happy mood, always sendi. Okay, 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 okay. Yes. I don't like serial. So you don't like serial. Yes. Very good. അത്രയുള്ളൂ. Second point. Second point. ഇത് ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു. സെക്കൻഡ് പോയിന്റ് പറയും. Serial is a very badly feeling, not motivation. No motivation, only sentimental, bad feelings. Okay. More than encouraging for devil feeling. Devil feeling. Oh yes. അപ്പോ ഇത് മലയാളത്തിൽ എങ്ങനെ പറയേണ്ടിയിരുന്നെങ്കിൽ അനൂപ് എടുത്ത് തകർത്തേനെ. കാരണം അനൂപിന്റെ ഉള്ളിൽ ഇങ്ങനെ ആശയങ്ങൾ പതുക്കെ അറിയാണ്. യെസ്, മലയാളത്തിൽ പറഞ്ഞ മൊത്തം പറഞ്ഞേ. അപ്പൊ അത് പറയാൻ പറ്റാത്തത് കൊണ്ടുള്ള വിഷമം കൊണ്ടാണ്, അല്ലെങ്കിൽ കൂടെ തകർത്തേനെ. യെസ്, ഓക്കെ, പറഞ്ഞോളൂ. എനിക്ക് ഇതുപോലുള്ള ആളാണ് ആവശ്യം. ഓക്കെ, പറഞ്ഞോളൂ. ബാക്കിയുള്ളവരൊക്കെ ഒന്നും എങ്കും തൊടാതെ നല്ലതും മോശവും എന്നുള്ള പറഞ്ഞു. അനൂപ് ഒരു സൈഡും മാത്രം ഒന്ന് പറയണം. ഓക്കെ, പറഞ്ഞോളൂ. Serial will be advantaging for actor. Yes. Or people's feeling is the feeling will be budgeting for serial interesting power. Yes. Shall I ask you one question? Okay. Anup, do you have the interest to act in a serial? One more question. That repeats the question. Yes. Do you want to act in a serial? No. You have a very beautiful face. You have a very beautiful body language. No. I don't like serial. Only film. Okay. Only film. Only yes. film that you want to act. Very good. So I just asked you because of your beautiful face and beautiful body language. Okay. Continue. That them. Already that is. Third point. Okay. Okay. Very good. I like it. Very good. അനൂപിന്റെ ഉള്ളിൽ ഐഡിയാസ് ഉണ്ട്. അത് പറയാനുള്ള വാക്കുകൾക്ക് മാത്രം ചെറിയൊരു പഞ്ഞുണ്ടായുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ തോന്നിയത് എല്ലാവർക്കും? യെസ്, അനൂപ് ഈസ് ഫുൾ ഓഫ് ഐഡിയാസ്. യെസ്, ചിഞ്ചു. Yes, sir. Yes, പറയൂ. What is your opinion about this serial?
In my opinion, എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കും. In my opinion, Malayalam serials gives negative impact on Negative viewers. impact. Oh, very good, very good. നല്ല വാക്ക്. Yes. Mental health. No? Malayalam serials gives negative impact on viewers' Okay. mental health. ഇനി അടുത്ത പോയിന്റുകൾ പറഞ്ഞോളൂ. My grandmother watching daily at 6 o'clock to 10 o'clock. Yes. From 6 Watching the o'clock to serial. 10 o'clock, she is watching that serial. Yes. Okay. Whether she has the habit of crying into that? No. Sometimes I see some series. Yes. Okay. Sinju, do you see the serial? Yes. Sometimes I see the serial. Which is your favorite serial? My favorite serial is അത് സ്ഥിരം കാണാത്ത സംടൈംസ് കാണുന്നതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. പറഞ്ഞോളൂ. ബാക്കിയുള്ള അഭിപ്രായങ്ങൾ കൂടി പറഞ്ഞോളൂ. ഓക്കെ ചിഞ്ചു. വെരി ഗുഡ്. ആലോചിച്ചോട്ടെ. ജസ്റ്റിൻ ജോർജ്. യെസ്. ധന്യക്കണ്ണം പറഞ്ഞിരുന്നാ. ഇനി ആർക്ക് വേണമെങ്കിലും പറയട്ടെ. ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ. ക്ഷമിക്കോ? ജോബി മോൾക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ജോബി മോളോട് ചോദിക്കാത്തത്. സാർ ഞാൻ പറയാം. യെസ്. നേരത്തെ പറഞ്ഞപ്പോ പ്രിപ്പറേഷനിലായിരുന്നു അല്ലേ? വിളിച്ചപ്പോ പറഞ്ഞോളൂ. To my opinion, in my house, no one sees serials. Yes. Very good. All times, children watch TV and other programs. Yes. But in my view, both advantages and disadvantages also. Yes. Disadvantages, serials have family issues. Yes. Family's mindsets, all other is slightly changing. All people's. Yes. Life totally changes when we see the serial. Okay. Most family grandmothers are also seeing serials. Sometimes entertainment's time pass. Not addicted people. Just for time pass. Okay. Yes. Advantages. Some people's job. Some people getting job in field in this. Okay, getting job in the serial field. Okay. That's also. That is my point. Okay. Very good. ഇനി ആർക്കെങ്കിലും പറയണമെന്ന് താല്പര്യമുള്ളവർക്ക് പറയാം. ആരുടെയും പേര് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല. Anybody? Yes. Nobody. Okay. Your ideas, your opinion, I appreciate. നിങ്ങൾ ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. കാരണം നിങ്ങൾക്ക് ആ വിഷയം ഞാൻ ഇപ്പൊ എടുത്ത് പറഞ്ഞപ്പോൾ തന്നെ അതിനെക്കുറിച്ച് എന്തൊക്കെയോ അറിയാം. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സംഭവമായി സീരിയലൊക്കെ ബന്ധപ്പെട്ട് വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതിന്റെ ഗുണവും ദോഷവും എല്ലാം നിങ്ങൾക്കറിയാം. ഓക്കെ. യുവർ ഒപ്പീനിയൻസ് ആർ വെരി വാല്യുബിൾ.
ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് ഒന്ന് മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് സെന്റൻസുകൾ പറയും, അല്ല ഒന്ന് രണ്ട് വാചകങ്ങൾ പറയും. യെസ്, ജോബി മോള് പറയുന്നു ടൈം വേസ്റ്റേജ് ആണെന്ന്. യെസ്, ചിഞ്ചുവിനോട് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ജോബി മോൾ അതന്നെ. ഓക്കെ 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 ഓക്കെ, നമ്മൾ ടൈം വേസ്റ്റ് ആക്കിയിരുന്നല്ലോ ജോബി മോൾ ഉദ്ദേശിച്ചത്. യെസ്, ഓക്കെ 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 ഓക്കെ, ഞാൻ ചുമ്മാ ചോദിച്ചതാണ്. യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാനിനി ഒന്ന് രണ്ട് ഒരു സ്പെല്ലിങ് മിസ്പ്ലിറ്റ് ചെയ്ത് പറയണം. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് ആ കറക്റ്റ് സ്പെല്ലിംഗ് ഉപയോഗിച്ചുള്ള വേർഡ് നിങ്ങൾ പറയണം. ഇനി നിങ്ങൾക്ക് അറിയാനായിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ക്ലൂ ആയിട്ട് ഞാൻ പറയണം. അത് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത് എല്ലാവരും ഒരു സ്ഥലത്തിന്റെ പേരുകളായിരിക്കും. നെയിം ഓഫ് എ പ്ലേസ്, ഒരു സ്ഥലത്തിന്റെ പേരുകളായിരിക്കും. അപ്പൊ അതെങ്ങനെ വരും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, നോട്ട്ബുക്കിൽ ഞാൻ പറയുന്ന സ്പെല്ലിങ് ഗ്യാപ്പിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അപ്പൊ ഞാൻ ആദ്യത്തെ പറയാം. R, A, L, U, E, N, P, G, U. ഓക്കെ, അപ്പൊ R, A, L, U, E, N, G, U. ഓക്കെ, ഇത് കറക്റ്റ് ഓർഡർ സെറ്റ് ചെയ്യുമ്പോ പി പറഞ്ഞില്ലല്ലോ, പി ഇല്ല. ഇതിൽ പറയാം R, A, L, U, E, N, B. B അല്ലേ, B ബോയ്സ്. B, G, U. ഓക്കെ 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 ഓക്കെ, കേട്ടോളൂ ബിനോയ്. R, A, L, U, E, N, B, G, U. ഓക്കെ 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 ഓക്കെ, സുസ്മിത കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ബാംഗ്ലൂരു, വെരി ഗുഡ് വെരി ഗുഡ് സുസ്മിത, വെരി ഗുഡ്. അപ്പൊ ഞാൻ സുസ്മിതയ്ക്ക് ഇവിടെ ഒരു പോയിന്റ് രേഖപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് കറക്റ്റ് ആൻസർ പറഞ്ഞ സുസ്മിതയാണ്. അപ്പൊ സുസ്മിത, യു ആർ റൈറ്റ്, യുവർ ആൻസർ ഈസ് കറക്റ്റ്. അപ്പൊ സുസ്മിതയ്ക്ക് ഒരു 1/2 മാർക്ക് രേഖപ്പെടുത്തും. ബാംഗ്ലൂരു. ബിനോയ്, ഓക്കെ, ബിനോയ് പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. പക്ഷെ ആദ്യം സുസ്മിത പറഞ്ഞതുകൊണ്ട് സുസ്മിതയ്ക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഐഡിയ പിടികിട്ടിയാലോ? ഇതങ്ങ് ചെയ്താൽ മതി. എല്ലാവരും സ്ഥലത്തിന്റെ പേരാണ്. രണ്ടാമത്തെ ചോദ്യം, എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ കുറച്ചകത്ത് ഇരിക്കും. I, P, R, U, J, A. I, P, R, U, J, A. വീണ്ടും സുസ്മിത തന്നെയാണ്. സുസ്മിതയ്ക്കും ചിഞ്ചുവിനും കൊടുക്കും. രണ്ടുപേരും കട്ടക്കട്ടക്ക് വന്നു കേട്ടോ. സുസ്മിത ആയിട്ട് ചിഞ്ചു. ജയ്പൂർ, ശരിയാണ്. സുസ്മിതക്കും ചിഞ്ചുവിനും ഓരോ പോയിന്റുകളും കൊടുക്കുന്നുണ്ട്.
Okay, Susmita and Chinju. Yes. ശരിയാണ് ബിനോയ് ജയ്പൂർ. Okay. Next question. RISAVANA. RISAVANA. ഓ രാജസ്ഥാൻ അല്ല. ജെ ഒന്നുമില്ലല്ലോ ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന സ്പെല്ലിങ്ങിന് വല്ലതും ബിനോയ്? ജെയിനത് ഉണ്ടായില്ലല്ലോ. സുസ്മിത വീണ്ടും സ്കോർ ചെയ്തിരിക്കുന്നു. വെരി ഗുഡ്. യുവർ ആൻസർ ഇസ് റൈറ്റ് സുസ്മിത. വാരണാസി. യെസ്. തൊട്ട് പുറകിൽ ജോബി മോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജോബി മോൾക്ക് കൊടുക്കുന്ന ഒരു പോയിന്റ്, 2 പേർക്ക് കൊടുക്കണം. അപ്പൊ ജോബി മോള് ആൻഡ് സുസ്മിത. ഓക്കെ. കറക്റ്റ്. യെസ്. ഇതൊരു മത്സരം എന്ന് പറയട്ടെ, വെറുതെ ചോദിക്കുന്നതാണ്. യെസ്. അടുത്തത് സ്പെല്ലിംഗ് പറയാം. RUSTA. RUSTA. അതിൻ്റെ അകത്ത് ഐ ഉണ്ടായില്ലല്ലോ, എല്ലില്ലല്ലോ ബിനോയ്. അങ്ങനെ 5 വേർഡല്ലേ ഉള്ളൂ. ഓക്കെ. സുസ്മിത, യുവർ ആൻസർ ഈസ് റൈറ്റ്. ചിഞ്ചു സുസ്മിതക്കും കൂടി തരികയാണ്, കാരണം 2 പേരും സൈമൾട്ടേനിയസ് ആയിട്ട് വന്നു. ചിഞ്ചു ആൻഡ് സുസ്മിത കേട്ടോ. യെസ്. കറക്റ്റ് ആൻസർ സൂരറ്റ്. SURAT. ബിനോയ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന സ്പെല്ലിംഗ് ഉപയോഗിക്കാവൂ. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന സ്പെല്ലിംഗ് എത്ര ഉണ്ടോ അത് ഉപയോഗിക്കാവൂ, കൂടുതൽ ഉപയോഗിക്കരുത്. ഓക്കെ. പുറത്തുനിന്ന് വേറെ എടുക്കരുത്. ഈ സ്പെല്ലിംഗിൽ തന്നെ ഉള്ള സ്ഥലമായിരിക്കും. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ABPOHL. ABPOHL. അപ്പൊ ഇതിനകത്ത് ഫെമിയും ചിഞ്ചുവാണ് ആദ്യം വന്നത്. ഫെമിക്ക് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ചിഞ്ചുവിനും ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ ബിനോയ് കറക്റ്റ് ആണ്. ഭോപ്പാൽ. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ. വെരി ഗുഡ്. അപ്പൊ ഈ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചോദ്യവും എനിക്ക് കിട്ടിയില്ല, എല്ലാ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ വെരി വെൽ പ്രിപ്പയർഡ്, കൃത്യമായിട്ടുള്ള മറുപടി ആണ് നിങ്ങൾ പറഞ്ഞത്, എനിക്ക് മനസ്സിലായി. ഓക്കെ. അപ്പൊ ഞാൻ ലഭിച്ചിട്ടുള്ള പോയിന്റുകളൊന്ന് പറയാം. ജോബിക്ക് ഒരു പോയിന്റ്, ഫെമിക്ക് ഒരു പോയിന്റ്, ചിഞ്ചുവിന് 3 പോയിന്റ്, സുസ്മിതയ്ക്ക് 4 പോയിന്റ്. പോയിന്റ് കിട്ടിയവർക്കും കുറവ് പോയിന്റ് കിട്ടിയവർക്കും 1 പോയിന്റ് പോലും കിട്ടാതിരുന്നവർക്കും അഭിനന്ദനങ്ങൾ. അതൊന്നും പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ചുമ്മാ ഒരു തമാശക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ, അപ്പൊ അതിനോട് ഭയപ്പെടേണ്ട കാര്യമില്ല. ഓക്കെ. ഓക്കെ ചിഞ്ചു,
ഓക്കെ 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 ഓക്കെ. അടുത്തത് വേറെ 1-2 ചോദ്യങ്ങളാണ്. അപ്പോ ഇനി ചോദിക്കാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും ദീപാവലിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഓൾ ക്വസ്റ്റ്യൻസ് കണക്റ്റഡ് വിത്ത് ദീപാവലി ഓർ ദീപാവലി, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അപ്പോ ആ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം, ഇതേപോലെ തന്നെ മറുപടി പറഞ്ഞാൽ മതി. ഓക്കെ. ഓൾ ക്വസ്റ്റ്യൻസ് കണക്റ്റഡ് വിത്ത് ദീപാവലി ഓർ ദീപാവലി. അപ്പൊ നമുക്ക് നോക്കാം, ചോദ്യങ്ങളിലേക്ക് വരാം. Question number 1. What is the meaning of the word Diwali? What is the meaning of the word Diwali? It's a festival of life. What is the no? Festival of life. Festival of light. ആ ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. വേറെ ആർക്കെങ്കിലും ഇതല്ല എന്ന് പറയുന്ന അഭിപ്രായം എനിക്ക് പറയട്ടോ. ബിനോയ് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ചിഞ്ചു, യു ആർ റൈറ്റ്. ചിഞ്ചു പറഞ്ഞാണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് ദ റോ ഓഫ് ലൈറ്റ്. ചിഞ്ചുവിന്റെ ആൻസർ ആണ് കറക്റ്റ്. ചിഞ്ചു, റോ ഓഫ് ലൈറ്റ്, റോ ഓഫ് ലൈറ്റ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ അതുകൊണ്ട് ചിഞ്ചുവിന് ഞാനിവിടെ ഒരു പോയിന്റ് രേഖപ്പെടുത്തുകയാണ്. ചിഞ്ചു, ഓക്കെ, റോ ഓഫ് ലൈറ്റ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിനോയ് പറഞ്ഞതിന് മിസ്റ്റേക്ക് ഉണ്ടായി, എന്നാലും റോ എന്നുള്ള ലൈറ്റ് എന്ന് പറയുന്ന വാക്ക് വന്നതുകൊണ്ട് മാത്രം ഞാനൊരു പോയിന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, ലൈറ്റ് വന്നതുകൊണ്ട്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ലാംഗ്വേജ് ഡസ് ദ വേർഡ് ദീപാവലി കം ഫ്രം? വിച്ച് ലാംഗ്വേജ് does the word Deepavali come from? ഫെമി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഹിന്ദി അല്ല ബിനോയി, ഫെമിയുടെ ആൻസർ ആണ് ശരി. ഫെമി പറഞ്ഞു സാൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞു. സാൻസ്ക്രിറ്റ്, അതാണ് ശരി. ചിഞ്ചു പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഫെമി ആദ്യം പറഞ്ഞു പോയില്ലേ, അത് കഴിഞ്ഞതിന് ശേഷം രണ്ടെണ്ണം വന്നത് തെറ്റായിരുന്നു. സാൻസ്ക്രിറ്റ് ആണ്, സാൻസ്ക്രിറ്റിൽ നിന്നാണ് വന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഫെമിക്ക് ഒരു പോയിന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി തീം ഓഫ് TTME? തീം ഓഫ് തീം. വാട്ട് ഈസ് ദി തീം ഓഫ് festival Diwali? What is the theme of the festival Deepavali? What is the festival of theme of the festival? Okay, നമുക്ക് നോക്കാം. വേറെ ആർക്കെങ്കിലും ഉള്ളത് നോക്കണം. ചിലപ്പോ ആരെങ്കിലും കറക്റ്റ് പറയുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാം. ഓക്കെ, ഇതാണ് കറക്റ്റ്. ചിഞ്ചു പറഞ്ഞാണ് കറക്റ്റ്. ഇറ്റ് ഈസ് എ ലൈറ്റ്, ഇറ്റ് ഈസ് എ വിക്ടറി ഓഫ് ലൈറ്റ് ഓവർ ഡാർക്ക്നെസ്. ഇറ്റ് ഈസ് ദ വിക്ടറി ഓഫ് ലൈറ്റ് ഓവർ ഡാർക്ക്നെസ്. അന്ധകാരത്തിന് മുകളിലുള്ള വെളിച്ചത്തിന്റെ വിജയം. ഇറ്റ് ഈസ് ദ വിക്ടറി ഓഫ് ലൈറ്റ് ഓവർ ഡാർക്ക്നെസ്. ഡാർക്ക്നെസിന്റെ മുകളിലുള്ള വിജയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി ലാംപ്സ്, LAMPS, ലാമ്പ്, വിളക്കുകൾ, ദാറ്റ് we light during Diwali? What are the
lamps that we light during Deepavali. വേറൊരു പേര് കൂടി ഉണ്ട് സൂര്യ. ആരും കറക്റ്റ് ഉത്തരം പറയുന്നില്ലെങ്കിൽ സൂര്യക്ക് പോയിന്റ് തരാം. ഓക്കെ, സുസ്മിത പറഞ്ഞു. സുസ്മിതയുടെ തൊട്ട് പുറയില് ബിനോയും വന്നു. അപ്പൊ സുസ്മിതക്കും ബിനോയ്ക്കും കൂടി തന്നെ ഞാൻ ഈ മാർക്ക് കൊടുക്കുകയാണ്. സുസ്മിതക്കും ബിനോയ്ക്കും. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ ഇതാണ് ദിയ. ദിയ is the name of the lamp that we light in front of the houses and temples also. Yes. So what is the theme of the festival? Sorry, what are the lamps that we light during Deepavali is called Diya. D-I-Y-A. Diya. അടുത്തത് ചോദിക്കുന്ന വേണ്ട, ആരെങ്കിലും പറഞ്ഞ ഉത്തരം. ആൻസർ ഞാൻ പറയാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. When is Deepavali celebrated? When is Diwali celebrated? രണ്ട് ആൻസർ ഉണ്ട്. ഒന്ന് ഫുൾ മൂൺ നൈറ്റ്. ഫുൾ മൂൺ നൈറ്റ്. രണ്ട് ന്യൂ മൂൺ നൈറ്റ്. ഒന്ന് ഫുൾ മൂൺ നൈറ്റ്, ന്യൂ മൂൺ നൈറ്റ്. അപ്പൊ സുസ്മ ജോബി മോള് അതിത് ഫുൾ മൂൺ പറഞ്ഞു. യെസ്. ഇനി ആർക്കെങ്കിലും അഭിപ്രായം? യെസ്, ആർക്കുമില്ല. ഓക്കെ ബിനോയ്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ആൻസർ ന്യൂ മൂൺ ലൈറ്റ് ആണ്. ന്യൂ മൂൺ ലൈറ്റ്. ന്യൂ മൂൺ നൈറ്റ് കേട്ടോ. ന്യൂ മൂൺ നൈറ്റ്. അപ്പൊ അതിന്റെ മാർക്ക് ഞാൻ എടുക്കുകയാണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. People decorate their houses with the pattern of color. At the time of Deepavali, people decorate their houses with the patterns of colors. What is it called? ഓക്കെ ഓക്കെ ഓക്കെ. ജോബി മോൾ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും പോയ താമസിക്കുകയും ചെയ്തിട്ടുണ്ടോ? യെസ്. ഓക്കെ, അതിന്റെ പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ജോബി മോളാണ്. രംഗോലി. അതിന്റെ പേരെന്താണ്? രംഗോലി. ആ പേര് ചുരിദാറൊക്കെ ഉണ്ട്. ഓക്കെ. ചിഞ്ചു കറക്റ്റ് ആണ് ആൻസർ. പക്ഷെ ആദ്യം ജോബി മോള് പറഞ്ഞതുകൊണ്ട് നമുക്ക് ജോബിക്ക് അതിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. യെസ്. അടുത്ത ചോദ്യം. How many days are Diwali celebrated? How many days are Diwali celebrated? How many days? ചിഞ്ചുവും സൂര്യയും ഒരുപോലെ വന്നിട്ടുണ്ട്. കറക്റ്റ് ആണ്. അപ്പൊ ചിഞ്ചുവിന് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, സൂര്യക്കും ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൂര്യക്കും ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ്. ഓക്കെ ബിനോയ്. ഓക്കെ ഫെമി. കറക്റ്റ് ആൻസർ 5 days. കറക്റ്റ് ആൻസർ. അപ്പൊ ആദ്യം വന്നേക്കുന്ന രണ്ടു പേർക്ക് 1 point വെച്ച് ഫെമിക്കും അതെ സൂര്യക്ക് കൊടുത്തിട്ടുണ്ട്.
Okay. Next question. In which part of India is Diwali celebrated as Kali Puja? In which part of India Diwali is celebrated as Kali Puja? അവിടെ അല്ലേ ജോബി മോളെ? Sorry, Surya. Okay. Binoy, your answer is right. West Bengal. Your answer is right. Binoy, PSC ke പഠിക്കണോണ്ടാന്നുള്ളത് correct. Okay. West Bengal. West Bengal. Yes. Another question. What do the families often buy to symbolize prosperity? What do the families often buy, BUI, to symbolize SYMBOLIZ, symbolize prosperity? To symbolize prosperity. BUI bayeta. Sorry, Binoy. Okay. Surya is a correct answer. And a good or coin, gold coin. Apa Surya ki another Purimargu, Surya, your answer is correct. You get one more point. Okay, gold coins. Okay, Femi, correct now. Then I ask you the last question, which is the last question to you. What is the oil, traditionally used in diyas? Diya ennaanu nammal paranju. നമ്മൾ കത്തിക്കുന്ന വിളക്കിന്റെ പേരാണ് ദിയ എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ചോദിക്കുകയാണ്, what is the oil traditionally used in diyas? Ghee അല്ല. Sorry, Susmita and Surya. നെയ്യ്. നെയ്യ് അതിനോട് പറഞ്ഞതല്ലോ ഇപ്പൊ. Okay. ചിഞ്ചു, യു ആർ കറക്റ്റ് ആൻസർ. അപ്പൊ ചിഞ്ചു ആദ്യം പറഞ്ഞതുകൊണ്ട് ചിഞ്ചുവിന് ഒരു പോയിന്റ് കൊടുക്കുകയാണ്. ഓക്കെ ചിഞ്ചു. ഓക്കെ ചിഞ്ചു ഒരു പോയിന്റ് കൊടുക്കുന്നു. ഓക്കെ ബിനോയ് കറക്റ്റ് ആണ്. ഓക്കെ, ആൻസർ ഈസ് കറക്റ്റ്. അപ്പൊ ഇതിനകത്ത് കേരളത്തിന് പുറത്തു പോയി താമസിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് കണ്ടും കേട്ടൊക്കെ പരിചയം ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ പ്രകടനം എന്ത് വന്നാലും മെച്ചപ്പെട്ടതായിരുന്നു എന്ന് പറയുന്നു. സുസ്മിതയ്ക്ക് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ജോബിക്കും ഫെമിക്കും ഒരേ പോയിന്റ് വീതം കിട്ടിയിട്ടുണ്ട്. സൂര്യക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ബിനോയ്ക്കും ചിഞ്ചുവിനും 3 പോയിന്റ് വീതം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, പങ്കെടുത്തവർക്കും കുറഞ്ഞ മാർക്ക് കിട്ടിയവർക്കും കൂടുതൽ മാർക്ക് കിട്ടിയവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. കുറച്ച് പേർക്ക് ഇത് അറിയാൻ പറ്റും. ഇപ്പൊ രണ്ടാമതും ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡിന്റെ വേഗത കൊണ്ട് പുറകിലായിപ്പോയതായിരിക്കും. അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട, എല്ലാവർക്കും ഇതിന്റെ ക്രെഡിറ്റ് കിട്ടുന്നു.
നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ടതാണ്. നിങ്ങൾ അതിൽ മാറി നിൽക്കുന്നില്ല, എവിടേക്കോ എന്തൊക്കെയോ അറിയാം. അപ്പൊ അതൊന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കാനും അറിയാനും ശ്രമിച്ചു കഴിഞ്ഞാല് സംഗതി സക്സസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ഓക്കെ അത് ഞാൻ അടുത്ത ചോദിച്ചോളാം, നേരം പോകും. ഇനി നമ്മൾ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് പ്രസന്റ് കണ്ടിന്യൂസ് അല്ല, സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അടുത്ത ഒരു ടെൻസിലോട്ട് നമ്മൾ കിടക്കുകയാണ്. സോറി പാസീവ് വോയിസ് അല്ല, സോറി ജോബി മോളെ, റിപ്പോർട്ട് സ്പീച്ച്. ഓക്കെ, റിപ്പോർട്ട് സ്പീച്ച്. അപ്പോ അടുത്ത ഒരു സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതിയിട്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാം. ചോദ്യം ഇതാണ്, എഴുതിക്കോളൂ. ഹീ സെറ്റ് ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. The boy is playing. P-L-A-Y-I-N-G. The boy is playing. He said the boy is playing. Okay. ഇത് നമുക്ക് സെന്റൻസുകളിലേക്ക് തിരിച്ചു വരാം. പേനയെ കൊണ്ട് താഴെ വെച്ചോളൂ. നമുക്ക് ഇതിന്റെ അകത്തേക്ക് വരാം. ഇതിനകത്ത് നമ്മൾ നോക്കി കഴിയുമ്പോൾ ദ ബോയ് ഈസ് പ്ലേയിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏത് ടെൻസാണത്? ഏത് ടെൻസാണത്? ആർക്കെങ്കിലും പറയാമോ? പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ്. ഓക്കെ, അപ്പോ ബിനോയ് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണെന്ന്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ബിനോയ് പറയുന്നത് യോജിക്കുന്നെങ്കിൽ യോജിക്കാം, കുഴപ്പമില്ല. അതായത് ദ ബോയ് ഈസ് പ്ലേയിങ് എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ് പറയുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് സൂര്യ പറയുന്നു അല്ലേ? യെസ്. നമുക്ക് സൂര്യയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, ബിനോയിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്താണ് ഫെമി പറയാൻ പോയെ? പ്രസന്റ് കണ്ടിന്യൂസ്. ജോബി മോളും പ്രസന്റ് കണ്ടിന്യൂസിനെ പിടിച്ചേക്കേണ്ടത്. അപ്പൊ നമുക്ക് ബിനോയി നമുക്കത് വിട്ടുകൊടുക്കാം. അവര് ഒരു കാര്യം പറഞ്ഞതല്ലേ, അപ്പൊ നമുക്ക് അങ്ങനെ ക്ഷമിച്ചേക്കാം. ഓക്കെ, അപ്പൊ എന്താണത്? ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതെങ്ങനെ മനസ്സിലായി? സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. നമുക്ക് അതൊന്ന് നോക്കി നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. സബ്ജക്റ്റ് പ്ലസ് ഓക്കെ ജോബി മോളെ, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING. അതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ റിപ്പോർട്ട് സ്പീച്ച് ചെയ്ത് വേറെ ടെൻസിലോട്ട് മാറ്റണമെന്ന് അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, സൂര്യ കറക്റ്റ് ആൻസർ. ദാറ്റ് ചേഞ്ച് ഇൻ ടു പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റും. വെറും പാസ്റ്റ് അല്ല ജോബി മോളെ. അപ്പൊ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ആണ് വിചാരിക്കില്ലേ? അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റണം. എന്തൊക്കെ മാറ്റേണ്ടത്? പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ നമ്മളെല്ലാരും കൂടി ഒരു പേജിൽ എഴുതി വെച്ചിട്ടുള്ള അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ് പ്ലസ് ING. സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ് പ്ലസ് ING ആണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റി എഴുതുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഹി സെഡ് ദാറ്റ് ദ ബോയ് വാസ് പ്ലേയിങ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഓക്കെ ജോബി മോൾ കറക്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ 4 എണ്ണം പഠിച്ചു. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം,
സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ്. ഐ എന്നുള്ളത് ഹി അല്ലെങ്കിൽ ഷീ ആവും, യു എന്നുള്ളത് ഐ അല്ലെങ്കിൽ ബി ആവും. അതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ശരി തന്നെ. പക്ഷെ ടെൻസ് മാറുമ്പോൾ ഈ ടെൻസിൽ തന്നെ മാറ്റിയത്. യെസ്. അടുത്ത ഒരു വാചകം ഞാൻ പറയാം. ഷീ സെഡ്. ഷീ സെഡ് I am feeling FEELING. I am feeling better. BETTER. Okay, I am feeling better. Again. ഓക്കെ, സൂര്യ കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ്. ജോബി മോൾ. ഓക്കെ, ബിനോയ്. ഓക്കെ, ചിഞ്ചു. ഓക്കെ, ബേബി. ഓക്കെ, അപ്പൊ വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കിയിരിക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ പ്രകടനം മെച്ചമായിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യുവർ പെർഫോമൻസ് വാസ് വെരി ഗുഡ്. അപ്പോ wish you all the best. We will meet in the next class. Okay, bye. Thank you, sir. Okay, Jovi Mol. Okay, Alok.